ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. സി പി സുരൂസ് വേൾഡ് എന്ന ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ വന്നിരിക്കുന്നത് ബീട്രൂട്ട് കൊണ്ട് കളർഫുൾ ആയിട്ടുള്ള ഒരു റവ ഉപ്മാവുമായിട്ടാണ്. എന്നാൽ അതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വരുമോ, വീഡിയോയിലേക്ക് പോകാം. ഇതിനായി ഒരു പാത്രം സ്റ്റൗ మీద ചൂടാക്കാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് 1/2 കപ്പ് റവ ഇട്ട് കൊടുക്കാം. ഇതൊന്ന് വറുത്തെടുക്കണം. ഇത് വറുത്ത റവയാണ്. വറുത്ത റവയൊന്ന് ചൂടാക്കിയാൽ മതി. വറുക്കാത്ത റവയാണെങ്കിൽ ഒന്ന് നല്ലതുപോലെ ഒന്ന് വറുത്തെടുക്കണം. ഈ ഉപ്മാ റവ ഇവിടെ ഒന്ന് ചൂടായി വന്നിട്ടുണ്ട്. അത് നമുക്ക് ഒരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇതൊരു പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നീട് അതേ കടായിൽ തന്നെ നമുക്ക് 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കണം. 2 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് 1 ടീസ്പൂൺ കടുകിട്ട് കൊടുക്കാം. പിന്നീട് 1 ടീസ്പൂൺ ജീരകം ഇട്ട് കൊടുക്കാം. അതിനുശേഷം 1/2 ടേബിൾ സ്പൂൺ ഉഴുന്ന് പരിപ്പാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. പിന്നീട് 1/2 ടേബിൾ സ്പൂൺ കടലപ്പരിപ്പ്, അതുകൂടി ഇട്ട് കൊടുക്കാം. എല്ലാം ഇട്ട് കൊടുത്തൊന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. കടുകൊക്കെ പൊട്ടി വന്നിട്ടുണ്ട്. അതിലേക്ക് 1 പച്ചമുളക് ഇട്ട് കൊടുക്കാം. പിന്നീട് ഒരു മീഡിയം സൈസ് ഉള്ളി ചെറുതായി കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുക്കാം. ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. ഉള്ളി അവിടുന്ന് വഴന്ന് വരുന്ന സമയം കൊണ്ട് നമുക്കിത് ഒരു ക്യാരറ്റ് കട്ട് ചെയ്തിട്ടുള്ളതാണ്, അത് ഇട്ട് കൊടുക്കാം. ഒരു മീഡിയം സൈസ് ക്യാരറ്റാണ്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നീട് 3 ബീൻസ് ചെറുതായി കട്ട് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 കറിവേപ്പില ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിന് വേണ്ടി ഈ റവ ഉപ്മാവിൻ്റെ മെയിൻ ഇൻഗ്രീഡിയൻ്റാണ് ബീട്രൂട്ട്. ബീട്രൂട്ട് നമ്മുടെ ഗ്രേറ്റ് ഒരു മീഡിയം സൈസ് ബീട്രൂട്ടാണ്, അത് ഗ്രേറ്റ് ചെയ്തതാണ്, അതുകൂടി ഇട്ട് കൊടുത്തൊന്ന് വഴറ്റി കൊടുക്കാം. പിന്നീട് ഇതിനാവശ്യമായ ഉപ്പിട്ട് കൊടുക്കാം. ഒരു 1/2 ടേബിൾ സ്പൂൺ ഉപ്പാണ് ഞാനിട്ടുള്ളത്, അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒന്ന് വഴറ്റി കൊടുക്കാം. ബീട്രൂട്ടൊക്കെ ഇവിടെ നല്ലതുപോലെ സോട്ടായി വന്നിട്ടുണ്ട്, വെന്ത് വന്നിട്ടുണ്ട്. പിന്നെ അതിലേക്ക് 1/2 കപ്പ് റവക്ക് 4 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുക്കണം. അതിനായി ഞാൻ ഒരു സോസ് പാനിൽ 4 കപ്പ് വെള്ളം ചൂടാക്കാൻ വെച്ചിരുന്നു. അത് നമുക്ക് ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. എന്നാലും ഒരു ചെറിയൊരു തിള വരട്ടെ. ഇതിന് ആവശ്യമായ ഉപ്പ് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. ഒരു ടീസ്പൂൺ ഉപ്പിട്ട് കൊടുക്കാം. ഒന്ന് ഇളക്കി കൊടുക്കാം. ഒരു തിള വന്ന് കഴിഞ്ഞാൽ നമുക്ക് റവ ഇട്ട് കൊടുക്കാം. വെള്ളം ഇവിടെ തിളച്ച് വരുന്നുണ്ട്. ഈ 1/2 കപ്പ് റവയാണ് ഞാൻ എടുത്തത്. അതേ കപ്പിന് 4 കപ്പ് വെള്ളമാണ് ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇതിലേക്ക് നമുക്ക് വറുത്ത് വെച്ച റവ ഇട്ട് കൊടുക്കാം. ഇതുപോലെ ചെറുതായി ഇട്ട് കൊടുക്കാം. ഒപ്പരം ഇട്ട് കൊടുക്കാൻ പാടില്ല. ഈ മീഡിയം സൈസിൽ വെച്ച് നമുക്ക് ഒന്ന് മൂടിയിട്ട് കൊടുക്കാം. 1 മിനിറ്റ് മൂടിയിട്ട് കൊടുക്കാം. വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. റവയൊക്കെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. പിന്നീട് ഇതിലേക്ക് 1 ടീസ്പൂൺ പഞ്ചസാര ഇട്ട് കൊടുക്കാം. പിന്നീട് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ നെയ്യാണ്, നെയ്യ് കൂടി ഇട്ട് കൊടുത്ത് നമുക്ക് മല്ലിയില തൂവി കൊടുക്കാം. മല്ലിയില കൂടെ തൂവി കൊടുത്ത് തീ ഓഫ് ചെയ്ത് കൊടുക്കാം. തീ ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഒന്നെല്ലാം കൂടി ഒന്ന് ഇളക്കി കൊടുത്ത് 1 മിനിറ്റ് കൂടി എല്ലാം ഇതുപോലെ പ്രസ് ചെയ്ത് കൊടുത്ത് 1 മിനിറ്റ് മൂടിയിട്ട് വെക്കാം. ആ ചൂട് കൊണ്ട് അത് ഒന്ന് ഡ്രൈ ആയിക്കോളും. ഉപ്പുമാവ് ഇവിടെ നല്ലതുപോലെ വെന്ത് വന്നിട്ടുണ്ട്. എല്ലാം റെഡി ആയിട്ടുണ്ട്. നമുക്കിതൊരു
നെയ്യ് തടവി വെച്ച പാത്രത്തിലേക്ക് സെർവ് ചെയ്ത് കൊടുക്കാം. ഇതിവിടെ ഇതുപോലെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുക്കാം. ഇത് പ്ലേറ്റിലേക്ക് മാറ്റിയെടുത്തിട്ടുണ്ട്. ഇതാ നല്ല അടിപൊളി ബീറ്റ്റൂട്ടിൻ്റെ ഉപ്പുമാവ് ഇവിടെ റെഡിയാണ്. നല്ല ടേസ്റ്റിയായ ബ്രേക്ക്ഫാസ്റ്റായിട്ട് കഴിക്കുവാൻ നല്ലൊരു റെസിപ്പിയാണിത്. എല്ലാവരും ഇത് ട്രൈ ചെയ്ത് നോക്കി ഫീഡ്ബാക്ക് അറിയിക്കണേ. അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരെ എല്ലാവർക്കും താങ്ക് യു ഫോർ വാച്ചിങ്.